നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. ചിത്തിര നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചിത്തിരയ്ക്ക് 2 കൂറുണ്ട്. കന്നിക്കൂറും ഉണ്ട് പകുതി വരെ, അടുത്ത പകുതി തുലാക്കൂറും ഉണ്ട്. കന്നിക്കൂറുകാരുടെ ഫലമാണ് ആദ്യം പറയാൻ പോകുന്നത്. അവർക്ക് വേഴം 10, 11, 12 ഈ കൊല്ലം വേഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 10 വേഴം നിൽക്കുമ്പോൾ വളരെ നല്ലതാണ്. ഗുരുശുക്ര കേന്ദ്രകൈവാ സുഖിതാഹ തത്ര ആതുരോ വാജ്യാന്ന്. അത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കും. ആരോഗ്യമൊക്കെ കിട്ടും, അസുഖമൊക്കെ മാറും, നല്ലത് വരും. കൂടാതെ സുഖിക്കണം എന്ന് പറയുമ്പോൾ രോഗമുള്ള ആൾ മാത്രം ദുഃഖിക്കണമെന്നും രോഗമില്ലാത്ത ആൾ സുഖിക്കണമെന്നും വിചാരിക്കരുത്. നമ്മുടെ ജോലിക്ക്, അതേപോലെ ജീവിതത്തിന്, സമ്പത്തിന്, സന്തതിക്ക്, സൗഭാഗ്യത്തിന്, നമ്മളെ ആഗ്രഹങ്ങൾക്കൊക്കെ പുരോഗതി കിട്ടുന്ന ഒരാളാണ് സുഖിക്കണമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ഒരാൾ സുഖിക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ സുഖിയായിട്ട് ഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് പ്രയാസങ്ങളുള്ള അവസ്ഥകൾ മാറി സുഖവും സന്തോഷവും ജീവിത നേട്ടങ്ങളും കിട്ടുന്ന സമയം. 10 വേഴം നിൽക്കുന്ന സമയം ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടുമെന്നാണ്. ഉള്ള പ്രവൃത്തി, ഒരു മുറുക്കാൻ കട, ചെറിയൊരു കട സ്ഥാപനം തുടങ്ങിയാൽ അത് അഭിവൃദ്ധിപ്പെട്ടു വരും. സ്ഥാപനം ഇല്ലെങ്കിലും നമുക്ക് പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ അതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്, കമ്മീഷൻ, സാലറി, അതേപോലെ കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ പെട്ടെന്നായിരിക്കും നമ്മുടെ ഉയർച്ചയും വളർച്ചയും നേട്ടങ്ങളും. അതുകൊണ്ട് ഈ ചിത്ര നക്ഷത്രക്കാർ അസുരഗണക്കാരായതുകൊണ്ടും അവരാരെയും മുമ്പ് എത്താന്നു കൊടുക്കാൻ ഒരു മനസ്സും കാണിക്കാത്തത് കൊണ്ടും പാരകൾ എവിടെ ചെന്നാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി കറക്റ്റായി ചെയ്യും. അതിൽ കൂടുതലും ചെയ്യും. ചെയ്യേണ്ടുന്ന ജോലിയേക്കാളും കുറച്ചും കൂടെ അധികമായിട്ട് ചെയ്യും. പക്ഷേ നമ്മൾക്ക് ദേഷ്യം വന്നാൽ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അപ്പോൾ കാര്യം പറയണോ, കളരിക്ക് പുറത്തുനിന്ന് പഴയ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നെ കളാറ്റിഞ്ഞ് പോരുന്ന പണി ഉണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം. കാരണം നമുക്ക് അവർ വരാനുള്ളൊരു വെറുപ്പ് കൊണ്ട് നമ്മളെ ജോലി കളയിട്ട് വന്നാൽ നമുക്കല്ലേ പരാജയം. അപ്പം അത് വരാതിരിക്കാനുള്ള പരിശ്രമം, സ്നേഹവും അഭിനയവും ഇതൊക്കെ നമുക്ക് വേണം. സ്നേഹിച്ചു അഭിനയിച്ചുമൊക്കെ ജീവിച്ചാൽ ഇന്ന് നമുക്കൊരു ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കാനൊക്കെ പറ്റില്ലെങ്കിൽ പാരകൾ ഒരുപാട് വന്ന് നമ്മളെ ജീവിതമായിരിക്കും അതുകൊണ്ട് തകർന്നു പോകുന്നത്. അപ്പം അങ്ങനെ ജോലി കിട്ടും. ഉള്ള പ്രവൃത്തിയുടെ അഭിവൃദ്ധി, ദേവാലയ, നഗരസഭ, മാർഗ, ആലയ, ദാസ, സർവകർമാണി, ആജ്ഞാലംബന, ഏതസർവം ചിന്തനീയം ഈ ദശമേനാണ്. ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട്. അമ്പലം വയ്ക്കുക എന്ന് പറയുന്നത് 7 തലമുറയോളം ഉള്ള ദോഷങ്ങൾ മാറും. അമ്പലം, പള്ളി, ആത്മീക ദൈവിക കാര്യങ്ങളൊക്കെ നടത്താൻ യോഗമുണ്ട്. അതേപോലെ മാർഗം വഴിവെട്ടിക്കാനുള്ള യോഗം, നാട്ടിലൊരു പുരോഗതിയൊക്കെ നിങ്ങൾ നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിനും അതേപോലെ വഴി തർക്കം, അതിര് തർക്കമൊക്കെ ഉണ്ടെങ്കിൽ 1 സെന്റ് പോയാലും വേണ്ടൂല, എല്ലാം നല്ല രീതിയിൽ വന്നാൽ മതി എന്ന് വിചാരിച്ച് കേസും വഴക്കുകളിൽ നിന്നൊക്കെ, കുരുക്കുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നല്ല സമാധാനപരമായിട്ട് ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക്, നമ്മുടെ കാര്യങ്ങളിലേക്ക് വിജയിക്കാൻ പറ്റും. സർവകർമാന്ന് വെച്ചാൽ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും മുമ്പ് പല തവണയും നമ്മൾ ഇറങ്ങിക്കയറി നടന്ന് പരിശ്രമിച്ചിട്ടും പരാജയം വന്ന പണികൾ ഇപ്പം ചെറിയ ഒരു പരിശ്രമം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് സർക്കാർ, കോടതി അധികാരികൾ, ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും സഹായങ്ങൾ കിട്ടാൻ യോഗം. പിന്നെ എല്ലാ കേസിലും വഴക്കിലൊക്കെ കുരുങ്ങിക്കിടന്ന് ജാമ്യം പോലും കിട്ടാതെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാനും, കേസിൽ നിന്ന്, കുരുക്കുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും, അപവാദ ബഹുലമായ സമൂഹത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ നമുക്ക് കന്നിരാശിക്കാർ വളരെ കഴിവും കാര്യവും അതേപോലെ അധ്വാനവും വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങളൊക്കെ ഉള്ളവരാണ്. അവരുടെ കലാരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലും ഒക്കെ അവർക്ക് മുഖവറ്റ നേട്ടങ്ങളും സ്ഥാന മാന അംഗീകാരങ്ങളും ഒക്കെ കിട്ടും. 10 വേഴം സഞ്ചരിക്കുന്നത്. 2026 6 മാസം വരെയാണ് 10 വേഴം. അത് കഴിഞ്ഞാൽ 2026 10 മാസം മുതൽ
പത്താം മാസം വരെ വേഴൻ നമുക്ക് 10 മാറി 11 വരും. അപ്പോൾ 2026 6 മാസം വരെ വേഴൻ നിൽക്കുന്നത് 10-ലും, 2026 6 മാസം മുതൽ 10 മാസം വരെയാണ് വേഴൻ 11 വരുന്നത്. ആ കാലഘട്ടവും വളരെ നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ ഉണ്ടാകും. 2026 10 മാസം മുതൽ 2027 ജനുവരി വരെ വേഴൻ 12-ലോട്ട് വരും. ആ ഒരു സമയം പെട്ടെന്ന് നമുക്കെല്ലാം നിന്നുപോയതുപോലെ ശത്രുക്കളും കേസുകളും ജോലി സ്ഥലത്തും വീട്ടിലും കുടുംബത്തിലും ചില അനർത്ഥങ്ങളും ബന്ധുക്കളുടെ മരണങ്ങളും വിപത്തുക്കളും ഒക്കെ ഉള്ള സമയമാണ്. സന്താനങ്ങളോടും വിരോധവും കലഹവും ഒന്നും കാണിക്കരുത്. കാരണം ഈ സന്താനകാരകം വേഴൻ 10 നിൽക്കുമ്പോഴും 11 നിൽക്കുമ്പോഴും സന്താനത്തിന് വിദ്യ, ഉദ്യോഗം, വിവാഹം, ജീവിത നേട്ടങ്ങൾ, അവർക്ക് ഉയർച്ച, അവരുടെ സന്തോഷം, സ്നേഹം കിട്ടും. 12 വേഴൻ വരുമ്പോഴാണ് നമ്മൾ പറയണത് പിള്ളേർ കേൾക്കൂല, പിള്ളേർ പറയണത് നമ്മൾ കേൾക്കൂല, വഴക്കായി ഉടക്കായി കലവിച്ചു പോക്കായി, ചില പിള്ളേരാണെങ്കിൽ ആ മരിച്ചു കളയാൻ വരെ തോന്നി. അപ്പം അതുകൊണ്ട് 2026 10 മാസം മുതലുള്ള ഒരു കൊല്ലം നമ്മൾ കുറച്ച് ക്ഷമിച്ച് സഹിച്ചുമൊക്കെ പോകണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കണം. വിഷ്ണുപൂജ, നവഗ്രഹ പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ സേവാബലമാകും. പിന്നെ കന്നിക്കൂറുകാർക്ക് കണ്ടക ശനിയുണ്ട്. അപ്പോൾ 7-ലാണ് ശനി സഞ്ചരിക്കുന്നത്. പാവേ സപ്തമകെ കളത്ര മരണം യോഗോ വിയോഗോസ്യ വാദന, ഭാര്യ മരിച്ചു പോവുകയെ, ഭർത്താവ് മരിച്ചു പോവുകയെ, ബന്ധം തെറിച്ചു പോവുകയെ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കൂല, ഭർത്താവ് പറയണത് ഭാര്യ കേൾക്കൂല. അങ്ങനെ ചെറിയ വിഷമതകളും വിരോധങ്ങളും ഒക്കെ വരും. ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്നും ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയവും വിരോധവും അപവാദവും പറഞ്ഞുള്ള ബന്ധം തെറിച്ച് പോവാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാംഗല്യ പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യണം. കാലഭൈരവ പൂജ, ശാസ്താവിനെ ഭജിക്കണം. ഹനുമാൻ സ്വാമി, മുരുക സ്വാമി, കാലഭൈരവ സ്വാമിയൊക്കെ ഭജിക്കുമ്പോൾ ഈ ശനിയുടെ കാഠിന്യം ഒന്ന് മാറിക്കിട്ടും. പിന്നെ രാഹു 6-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഋണാർത്ഥ ചോര, ക്ഷതരോഗ, ശത്രുണബാധ്യത, ക്ഷതം, രോഗം, ശത്രു ഇതൊക്കെ ഉണ്ടാകും. ഋണബാധ്യത കടങ്ങളാണ്. അത് വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, നല്ല കാര്യത്തിനൊക്കെയാണ് വേഴൻ 10-ലും 11-ലും നിൽക്കുമ്പോൾ ഉള്ള കട. അത് നമുക്ക് വായിക്കാം. ചോര കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവമുണ്ട്. അപ്പോൾ വീട്ടിലെ ആഭരണങ്ങളും പൈസകളൊന്നും കൂടുതൽ സൂക്ഷിക്കരുത്. ആളുകളെടുത്തുകൊണ്ട് പോകും. സൈബർ തട്ടിപ്പുകളുണ്ടാവും. ആളൊക്കെ സഹായിച്ച അവർ നമുക്ക് തിരിച്ചു തരൂല. വീടാ വസ്തുവൊക്കെ വാങ്ങിക്കാൻ പൈസ കൊടുത്താലും ചിലപ്പം നമുക്ക് ബാങ്കുകാർ ലോൺ തരാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റാതെ കൊടുത്ത പൈസ കിട്ടാൻ തടസ്സവും. അതേപോലെ വേറെ പൈസ കിട്ടാത്തത് കൊണ്ട് വസ്തുവിന് കൊടുത്ത അഡ്വാൻസും കിട്ടണില്ല, വസ്തുവും കിട്ടണില്ല, ചോദിക്കാനും വയ്യ, വാങ്ങിക്കാനും വയ്യ, കിട്ടണതുമില്ല. അങ്ങനെയൊക്കെയുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടരുത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രം വീടും വസ്തുവൊക്കെ വാങ്ങിക്കാനുള്ള പരിപാടി ചെയ്താൽ മതി. നമ്മുടെ ബന്ധുക്കൾ തരും അല്ലെങ്കിൽ ബാങ്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ചിട്ട് പോയി ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ പൈസ പോവും. അതൊക്കെയാണ് സർപ്പം 6-ൽ നിന്ന്. പിന്നെ ഈ ഓർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്ന സർപ്പം. അപ്പം സർപ്പത്തിനും പരിഹാരങ്ങൾ ചെയ്യണം. സർപ്പപ്രീതി അവശ്യമേവ കരുണി ആരോഗ്യ പുത്രാപ്തി, ആരോഗ്യത്തിനും സന്താനത്തിനും അഭിവൃദ്ധിക്കും സർപ്പപ്രീതി ചെയ്യണമെന്നാണ്. അപ്പം ഈ നമുക്ക് സർപ്പത്തിന് പ്രീതി, ശാസ്താവിന് പ്രീതി, വിഷ്ണുവിന് പ്രീതി, പിന്നെ നമുക്ക് ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് നല്ല സമയമാണെങ്കിൽ ദശാകാലവും ഭാഗ്യസ്ഥാനമൊക്കെ ഉള്ള നല്ല ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. ശനിമാറ്റം കൊണ്ടോ വേഴമാറ്റം കൊണ്ടോ ഒക്കെ ഗുണങ്ങൾ കിട്ടുമെങ്കിൽ ആ ജാതകത്തിലുള്ള ഗുണവും ജീവിതത്തിലുള്ള ഈ ഗ്രഹസ്ഥിതിയുടെ ഗുണമൊക്കെ നല്ലതായിട്ട്. ജാതകത്തിൽ ദോഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാലം വന്നാലും നമ്മൾ പറയണ ഫലവും ഭാഗ്യമൊന്നും കിട്ടിയില്ലെന്ന് പലവരും പറയുന്നുണ്ട്. ശരിയാണ് കാര്യങ്ങൾ. കാരണം ജാതകത്തിൽ ചിലപ്പോൾ ദോഷകാലമാണെങ്കിൽ ഈ ഗ്രഹസ്ഥിതി വരുമ്പോൾ കുറച്ച് ഗുണം കിട്ടുകയുള്ളൂ. മഹാഭാഗ്യങ്ങൾ കിട്ടുമെന്നല്ലേ ജ്യോത്സ്യരെ പറഞ്ഞു. എനിക്ക് കുറച്ച് ഗുണം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ ആ ജാതക ഗ്രഹപ്പിഴകളുണ്ടെങ്കിൽ അത് മാറ്റാൻ പരിശ്രമിച്ച് പരിഹാരമൊക്കെ ചെയ്താൽ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. തുലാരാശിക്കൂറുകാർക്ക് വേഴം 9-ലും 10-ലും 11-ലും അവർക്ക് വളരെ നല്ലതാണ് ഈ വർഷം. കാരണം 9-ൽ വേഴം വരുന്ന സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 9-ൽ വേഴം സഞ്ചരിക്കുമ്പോൾ സൗമ്യ ധർമ്മസ്ഥിത ഗുരുജന മനസ് ഈശ്വരാനാം പ്രസാദ, ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കും. വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ, ഭാഗ്യം ധർമ്മം ഇതൊക്കെ അഭിവൃദ്ധിപ്പെട്ടു. ഒരു ശുഭ തപസ് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ
വിചാരിച്ച കാര്യങ്ങൾ നേടിക്കിട്ടും. പൗത്ര സൗഖ്യം, പുത്രൻ്റെ പുത്രം പൗത്രൻ. മക്കൾക്കും മക്കളക്കും കുടുംബത്തിനൊക്കെ നല്ലത് വരും. പിള്ളേർക്കും നല്ല വിദ്യയും അധികാരവും അഭിവൃദ്ധിയും മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ ഉയർത്താം. നമുക്കും പരീക്ഷകളിലും മത്സരങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഉയർത്തി സ്ഥാനമാന അധികാര അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന പേരും പ്രതാപവും കിട്ടുന്ന അവസ്ഥയാണ്. അത് കഴിയുമ്പോൾ 2026 6 മാസം വേഴം 10 നിൽക്കുമ്പോൾ നമ്മൾ വളരെ നേട്ടമായിട്ട് വരും. 10 വേഴം വരുമ്പോഴും ഉച്ചത്തിലാണ് വേഴം വരുന്നത്. നമ്മൾ ജനിച്ച കൂറിൻ്റെ 10ലാണ്. അപ്പോൾ നമുക്ക് ഗുരുശുക്ര കേന്ദ്ര കൈവ സുഖിതാഗസ്തത്ര അതൊരു വജത്ര രോഗമുള്ളവർക്ക് രോഗം മാറും. കൂടാതെ സ്വച്ഛസ്ഥിതേ ദേവഗുരുർ ഭൃഗുർവാ ചന്ദ്രേണ യുക്ത യതി ലഗ്നസംസ്ഥ പ്രീതിംബതേ ദേവജന സമസ്താൻ പക്ഷേണ ലാഭശ്ച ചതുഷ്പദനാണ്. സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ വേഴഗ്രഹം നിൽക്കുകയും നമ്മൾ ജനിച്ച രാശിയുടെ കേന്ദ്രമായിട്ട് വരികയും ചെയ്ത പ്രീതി കൊണ്ട് എന്ന് പറയണം. ആരെ പ്രീതി? ദേവജന സമസ്ത ജനങ്ങളുടെയും സമസ്ത ദേവീ ദേവന്മാരുടെയും പ്രീതി കിട്ടും. അപ്പോൾ എല്ലാവരുടെയും അംഗീകാരവും പ്രീതിയൊക്കെ കിട്ടി നമ്മളൊരു വെറും അറിയപ്പെടാത്തൊരു വ്യക്തിക്ക് നല്ല അധികാരവും പ്രതാപവും സ്ഥാനവും നല്ല ഉയർച്ചയും നല്ല ജോലിയും നല്ല വിദ്യാ പുരോഗതികളും അവസരങ്ങളും ഒക്കെ കിട്ടി നമ്മൾ രക്ഷപ്പെടും. 10 വേഴം വരുമ്പോൾ ജോലിയും അധികാരവും ഒക്കെ കിട്ടും. ചെറിയൊരു ജോലി കിട്ടിയാലും നിങ്ങൾ കളയരുത്. അതിൽ ഇരുന്നുകൊണ്ട് വലിയ ഉന്നതിയിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ രാശിക്കാർ കൂടുതൽ പഠിച്ച് ബിരുദാനന്തര ബിരുദം ഒക്കെ പഠിച്ച് സെറ്റ് നെറ്റ് മറ്റുള്ള PhD എല്ലാം കഴിച്ചു മതി ജോലി എന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ ഒരു ജോലി കിട്ടിയാൽ ജീവിതം സമ്പൂർണ്ണമായിട്ടും ശാശ്വതമായിട്ടും പറ്റുന്ന അവസരമാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളോട് ഞാൻ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ പഠിക്കണമെങ്കിൽ ഈ സമയത്ത് എഴുതുന്ന ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, റിക്രൂട്ട്മെൻറ്റുകൾ, മറ്റുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിജയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. ആ സമയത്ത് നമ്മൾക്കിപ്പോൾ ജോലി കിട്ടുമെന്ന് ജോലിച്ചൊരു നിങ്ങളൊരു അപേക്ഷ പോലും കൊടുക്കാതെ വീട്ടിൽ പഠിച്ചുകൊണ്ട് കിടന്നിട്ട് എങ്ങനെ രക്ഷപ്പെടും? ജോലി വേണമെന്നുള്ളൊരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതേപോലുള്ള അവസരങ്ങളും പരീക്ഷകളും മത്സരങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്താലേ പറ്റൂ. അങ്ങനെയാണ്. 11 വേഴം വരുന്ന സമയമായതുകൊണ്ട് നല്ല സമ്പത്ത്, സന്തതി, സൗഭാഗ്യ, ഐശ്വര്യം ഒക്കെ കിട്ടി മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാനും ഉള്ള മക്കൾക്ക് ജോലി, പൈസ, അധികാരം, അവരുടെ പ്രീതി, അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം, നമുക്ക് തൊഴിൽ വലിയ ഐശ്വര്യവും പുരോഗതിയൊക്കെ കിട്ടുന്ന സമയം. അതുകൊണ്ട് ഈ പുതിയ വർഷം ചിത്തിരക്കാർക്ക് വളരെ നല്ലതാണ്. ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. എല്ലാ പൂജകളും ചെയ്ത് അത് എൻ്റെ ദോഷം മാറും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദോഷം തീർക്കാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനും അമ്പലത്തിൽ പോകാനും തൊഴുവാനും ഒന്നും വീട്ടിലും സമയമില്ല, നാട്ടിലും സമയമില്ല എന്ന് പറയുന്ന തരത്തിലാണ്. അപ്പം അതുകൊണ്ട് എവിടെ പോയാലും വന്നാലും നമുക്ക് ഒരു ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ ഭഗവാന്റെ നാമങ്ങളും ജപങ്ങളും ഒക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഉള്ള സമയത്തൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അങ്ങനെ ഈ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലും ദർശനം, പൂജ, വഴിപാടൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ക്ഷേത്രമുണ്ട്, എല്ലാ ക്ഷേത്രത്തിലും പോവാം. കാലഭൈരവ സ്വാമിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഏതൊക്കെ ഗ്രഹപ്പഴകൾ, ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, മൃഗശാപം എന്തുണ്ടെങ്കിലും മാറ്റുന്ന മാന്ത്രികന്മാരുടെ, കൊട്ടാരം ജ്യോത്സ്യന്മാരുടെ, വൈദ്യന്മാരുടെ, മന്ത്രവാദിമാരുടെയൊക്കെ കുടുംബക്ഷേത്രമാണ്. അവിടെ ഏത് ഗ്രഹപ്പഴമുള്ളതും തറവാട് നശിപ്പിച്ചതും ദേവശാപം, ബ്രാഹ്മണശാപം, മൃഗശാപം എന്തിനുണ്ടെങ്കിലും അത് മാറ്റുന്ന ഒരു അമ്പലമാണത്, അല്ലെങ്കിൽ മാറിക്കിട്ടുന്ന ഒരു അമ്പലമാണ്. മറ്റമ്പലങ്ങളെപ്പോലെ അല്ല. ഇത് മാന്ത്രിക ക്രിയാദികൾ ചെയ്ത് രാജ്യത്തെ രക്ഷിക്കാനും ജനങ്ങളെ രക്ഷിക്കാനും വേണ്ടി പണ്ടേ നടത്തി പോന്നിരുന്ന ആചാര്യശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യക്കാരുടെ അമ്പലമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കുറച്ചും കൂടെ വരും. അമ്പലങ്ങളിലെ ദോഷങ്ങളും കാര്യങ്ങളും ദേവപ്രസം നോക്കി കണ്ടുപിടിച്ച് പരിഹാരം നിശ്ചയിക്കുന്ന ജ്യോത്സ്യന്മാരാണ് ഈ അമ്പലത്തിലുള്ളത്, പണ്ടും ഇന്നും അന്നും. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.